കോൺഗ്രസിന് ചെറിയൊരു അധപതനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വോട്ടൊക്കെ കുറയുന്നതാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് പറയാനുള്ള സിദ്ധാർത്ഥൻ്റെ ഒറ്റയ്ക്കൊരു കാര്യം കേട്ടതാണ്, 2020 ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയണം. നമുക്ക് അറിയണ്ട, കാത്തിരുന്ന് കാണണ്ടേ. ചേട്ടൻ്റെ അഭിപ്രായം എന്താ 2020 കുറിച്ച്? എൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ആണല്ലേ? നമ്മളെ പോലെ ഉള്ളവർക്ക്. പിന്നെ മറ്റുള്ള കാര്യം നമുക്ക് അന്വേഷിക്കുന്ന കാര്യമില്ല. പാവപ്പെട്ടവർക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ലേ? 2020 നല്ല പാർട്ടിയാണ്. ആണല്ലേ? ഭക്ഷണസാധനം എനിക്ക് മാത്രമല്ല, അതായത് മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഇലക്ഷൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന അഭിപ്രായമാണ് പോളിംഗ് രീതി. അതുവരെയും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ചെല്ലുമ്പോൾ ആ കുത്തുന്ന സമയത്ത് വകുപ്പ് മാറും. മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരീക്ഷണങ്ങളോ ഓരോ വർഷങ്ങളും പരീക്ഷണമാണല്ലോ മനുഷ്യൻ്റെ. അതുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചും അത് കണ്ട് മടുത്ത് പറയുകയാണെങ്കിൽ മൊബൈലിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് തല്ലി പിടിച്ച് കളയാൻ. കർഷകർക്ക് എല്ലാവരും കോരിത്തരണ്ട്. ഈ കോരിത്തരലേ ഉള്ളൂ. ഈ കോരിത്തരം ഒന്നും കിട്ടപ്പോരില്ല എന്ന് മാത്രമേ ഉള്ളൂ. കർഷകനെന്നും ആര് വന്നാലും നമുക്ക് ഇതിൻ്റെ ഒന്നും രക്ഷയല്ലേ? ആര് വന്നാലും രക്ഷേട്ടനെ. ഉമ്മൻചാണ്ടി സാറ് ഏറ്റവും നല്ല ക്രിസ്ത്യാനിയായിരുന്നു. യേശുവിൻ്റെ ആദർശങ്ങൾ കൈപ്പറ്റിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുപോലെ ദേവ് സാബുവും അങ്ങനെ തന്നെ ചെയ്യും. BJP ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയില്ല, കോൺഗ്രസ് ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയില്ല, കമ്മ്യൂണിസ്റ്റ് ഒന്നും കിട്ടില്ല. ഇപ്പം ആര് തരുമെന്നാണ് ഞാൻ. ഇലക്ഷൻ പിരിച്ചുവിടാൻ പറയണോ ഇനി? അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട. ഏതെങ്കിലും പാർട്ടി ഭരിക്കും. അത് പറ, അതിലാര് ജയിക്കും? എൻ്റെ അഭിപ്രായം എനിക്ക് വരണം മന്ന, അതാണല്ലോ നമ്മളെ വോട്ട് ചെയ്യണേ. ആരാണ് ഇഷ്ടം? ആരെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ 2020 ഞങ്ങൾക്ക് ഇഷ്ടം. 2020 2020 ആ, ഞങ്ങൾക്ക് 2020 ഇഷ്ടം. ആണോ? 2020 വന്നാൽ നല്ലതായിരിക്കും. നല്ലതായിരിക്കും എന്നാണ് ഞങ്ങളുടെ തോന്നല്.